നമസ്കാരം. പ്രിസിഷൻ വയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ 2026 ഫിനാൻഷ്യൽ റിപ്പോർട്ട് നമ്മളിൽ ആരെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. അത്രയ്ക്കും സങ്കീർണമായ കണക്കുകളാണ് അതിലുള്ളത്. എങ്ങനെയാണ് അവർ ഈ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയതെന്നതിന്റെ രഹസ്യങ്ങളിലേക്ക് ആ കണക്കുകളിലൂടെ തന്നെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഒട്ടും വൈകാതെ തന്നെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഭീമമായ ആ നമ്പറുകളിലേക്ക് കടക്കുന്നതിനു മുൻപ് ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് കൃത്യമായൊന്ന് മനസ്സിലാക്കാം. ഇതൊരു സാധാരണ കമ്പനിയല്ല കേട്ടോ. വളരെ സങ്കീർണമായ സാമ്പത്തിക പ്രതിസന്ധികളെപ്പോലും അതിജീവിച്ച് വിപണിയിൽ ശക്തമായി മുന്നേറുന്ന ഒരു വമ്പൻ മാനുഫാക്ചറിംഗ് ഭീമനാണിത്. അപ്പോ ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: അസംസ്കൃത വസ്തുക്കൾക്കു വേണ്ടി വരുന്ന ഭീമമായ ചിലവുകളെ അതിജീവിച്ച് ഒരു കമ്പനി എങ്ങനെയാണ് ഇത്രയും വലിയൊരു റെക്കോർഡ് ലാഭം കൊയ്യുന്നത്? ശരിക്കും ഏതു ബിസിനസ്സുകാരനെയും അത്ഭുതപ്പെടുത്തുന്ന ആ മാജിക് എന്താണെന്നാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. എല്ലാം തുടങ്ങുന്നത് 2026 അവരുടെ ആ സുപ്രധാന ബോർഡ് റൂം തീരുമാനങ്ങളിൽ നിന്നാണ്. നോക്കൂ, മെയ് 23 അവരുടെ എക്സിക്യൂട്ടീവ് ടീം വെറുതെ കണക്കുകൾ നോക്കിയിരിക്കുകയായിരുന്നില്ല. അവർ തങ്ങളുടെ ഓഡിറ്റ് ചെയ്ത ഫിനാൻഷ്യൽസ് അംഗീകരിച്ചു. ഒപ്പം സെബി SEBI നിയമങ്ങൾക്കനുസൃതമായി കമ്പനിയുടെ ഘടനയിൽ ചില നിർണായക മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. പോരാത്തതിന് പുതിയ ഓഡിറ്റർമാരെ നിയമിക്കുകയും ശ്രീമതി ക്രീന പെരേഖിനെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി വീണ്ടും ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതായത് വരാൻ പോകുന്ന ആ വലിയ കുതിച്ചുചാട്ടത്തിന് കൃത്യമായൊരു അടിത്തറ അവരവിടെ പാകുകയായിരുന്നു. ഇനി കമ്പനിയിലേക്ക് ഒഴുകിയെത്തിയ ആ വലിയ വരുമാനത്തിന്റെ കണക്കുകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഈയൊരു സംഖ്യ ഒന്ന് ശ്രദ്ധിച്ചേ. 5,44,343 ലക്ഷത്തിലധികം രൂപ. ഒന്ന് ആലോചിച്ചു നോക്കൂ. 2026 സാമ്പത്തിക വർഷത്തിൽ മാത്രം പ്രിസിഷൻ വയേഴ്സിലേക്ക് ഒഴുകിയെത്തിയ ആകെ വരുമാനമാണിത്. ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കുതിപ്പാണിത്. ഇതിന്റെ യഥാർത്ഥ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ തൊട്ടു മുൻവർഷത്തെ കണക്കുകളുമായി ഇതൊന്ന് താരതമ്യം ചെയ്തു നോക്കണം. 2025 ഇത് 4,03,000 രൂപയായിരുന്നു. അവിടെ നിന്നാണ് വെറും 12 മാസം കൊണ്ട് 5,50,000 അവരെത്തിയത്. വിപണിയിൽ അവരുണ്ടാക്കിയ ആ വലിയ മുന്നേറ്റം എത്രത്തോളമുണ്ടെന്ന് ഈയൊരൊറ്റ വ്യത്യാസത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. പക്ഷേ എത്ര വലിയ വരുമാനം വന്നാലും ചിലവുകൾ കൃത്യമായി മാനേജ് ചെയ്തില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അവിടെയാണ് അവരുടെ മിടുക്ക് നമ്മൾ കാണേണ്ടത്. ഇവിടെയാണ് ഈ ഫിനാൻഷ്യൽ കഥയിലെ ഏറ്റവും വലിയ വെല്ലുവിളി കടന്നുവരുന്നത്: അസംസ്കൃത വസ്തുക്കളുടെ ചിലവ്. 5,03,396 ലക്ഷത്തിലധികം രൂപയാണ് ഇതിനായി മാത്രം കമ്പനിക്ക് ചെലവായത്. നമ്മൾ നേരത്തെ കണ്ട ആ ഭീമമായ വരുമാനത്തിന്റെ സിംഹഭാഗവും വിഴുങ്ങിയത് ഈ ഒരൊറ്റ ചിലവാണെന്ന് പറയുമ്പോൾ തന്നെ കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഈയൊരു സാമ്പത്തിക യാത്ര നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ഈ വലിയ തുക വരുമാനമായി കമ്പനിയിലേക്ക് വരുന്നു. അതിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾക്കും ജീവനക്കാർക്കും വേണ്ടിയുള്ള ഭീമമായ ചിലവുകൾ കുറയ്ക്കുന്നു. ശേഷം കൃത്യമായി അവരുടെ നികുതികൾ അടയ്ക്കുന്നു. ഈ വലിയ കടമ്പകളെല്ലാം വളരെ വിദഗ്ധമായി കടന്നാണ് ഒടുവിലവർ തങ്ങളുടെ ആ യഥാർത്ഥ ലാഭത്തിലേക്ക് എത്തുന്നത്. അവരുടെ ഓഡിറ്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, വരുമാനത്തിൽ നിന്ന് തുടങ്ങി അവസാനത്തെ ആ അറ്റാദായം വരെയുള്ള യാത്ര വളരെ കൃത്യമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രൂപ പോലും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഈ കണക്കുകൾ നമ്മോട് വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ ആ വലിയ ചിലവുകൾക്കും വെല്ലുവിളികൾക്കുമെല്ലാം ഒടുവിൽ അവർ നേടിയെടുത്ത അറ്റാദായം ഇതാണ്: 15,526 ലക്ഷം രൂപ. വെറുതെയല്ല അവരിത് നേടിയത്. വളരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ആ വലിയ ചിലവുകളെ അവർ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. ആ വിജയം ഇത്രത്തോളം മനോഹരമാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. മുൻ വർഷത്തെ വെറും 9,000 ലക്ഷത്തിൽ നിന്നാണ് ഒറ്റയടിക്ക് ഈ 15,000 ലക്ഷത്തിനു മുകളിലേക്ക് അവർ കുതിച്ചു ചാടിയത്. തികച്ചും വിസ്മയകരമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം. ശരി, ലാഭം റെക്കോർഡ് തലത്തിൽ ഭദ്രമായി. ഇനി എന്താണ് അടുത്തത്? അവിടെയാണ് വളർച്ചയ്ക്കുള്ള ഇന്ധനം അവർ കണ്ടെത്തുന്നത്. ആ റെക്കോർഡ് ലാഭം കയ്യിൽ വന്നതോടെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തങ്ങളുടെ അടുത്ത മാസ്റ്റർ പ്ലാനിലേക്ക് കടന്നു. പുതിയ പ്രവർത്തന മൂലധനത്തിനായി അവർ വമ്പൻ സാമ്പത്തിക സഖ്യങ്ങൾ രൂപീകരിച്ചു. RBL ലിമിറ്റഡിൽ നിന്ന് 190 കോടി രൂപയുടെ അൺസെക്യൂർഡ് വർക്കിംഗ് ക്യാപിറ്റലും ഒപ്പം ആക്സിസ് ബാങ്കിൽ നിന്ന് 350 കോടിയുടെ പുതിയൊരു സെക്യൂർഡ് ഫെസിലിറ്റിയും അവർ നേടി. അതായത് ഭാവിയിലെ വമ്പൻ കുതിപ്പിനുള്ള ഇന്ധനം അവർ നേരത്തെ തന്നെ ഫുൾ ടാങ്കാക്കി വച്ചു എന്ന് സാരം. ഇതിനെല്ലാം പുറമെ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. സ്വതന്ത്ര ഓഡിറ്റർമാരായ SR ദിവാദിയ ആൻഡ് കമ്പനി
ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിനെക്കുറിച്ച് പറഞ്ഞത് ഇത് പൂർണ്ണമായും സത്യസന്ധവും സുതാര്യവുമാണെന്നാണ്. യാതൊരുവിധ തിരുത്തലുകളും ആവശ്യമില്ലാത്ത ഈ സാക്ഷ്യപ്പെടുത്തൽ നിക്ഷേപകർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല. അങ്ങനെയെങ്കിൽ കമ്പനിയെ വിശ്വസിച്ച് പണം മുടക്കിയ നിക്ഷേപകർക്ക് എന്ത് കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? തീർച്ചയായും അവർക്കും കിട്ടി വലിയൊരു ലോട്ടറി. കമ്പനിയുടെ ഈ റെക്കോർഡ് നേട്ടം കാരണം ബേസിക് EPS അഥവാ ഓഹരി ഒന്നിനുള്ള അടിസ്ഥാന വരുമാനം 8 രൂപ 58 പൈസയായി കുതിച്ചുയർന്നു. കമ്പനിയുടെ സാമ്പത്തിക ഭദ്രത എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കാണിക്കുന്ന വളരെ മികച്ചൊരു നമ്പറാണിത്. അർഹതപ്പെട്ട ഈ നേട്ടങ്ങൾ നിക്ഷേപകർക്ക് നൽകുന്നതിൽ ബോർഡ് ഒട്ടും പിശുക്ക് കാണിച്ചില്ലട്ടോ. ആദ്യത്തെ 2 ഇടക്കാല ഡിവിഡൻഡുകളായി 35% വീതവും പിന്നീടൊരു ഫൈനൽ ഡിവിഡൻഡായി 55% ഉൾപ്പെടെ ആകെ 125% ഡിവിഡൻഡാണ് അവർ വിതരണം ചെയ്തത്. ലാഭം പങ്കുവയ്ക്കുന്നതിൽ ശരിക്കും ഒരു കിടിലൻ മാതൃക തന്നെയാണ് പ്രിസിഷൻ വയേഴ്സ് ഇവിടെ കാണിച്ചത്. അങ്ങനെ അസംസ്കൃത വസ്തുക്കളെ റെക്കോർഡ് ലാഭമാക്കി മാറ്റുകയും പുതിയ വായ്പകളിലൂടെ വൻതോതിൽ മൂലധനം ഉറപ്പാക്കുകയും ചെയ്ത പ്രിസിഷൻ വയേഴ്സ് ഇനി എന്തു ചെയ്യും? ഇത്രയും വലിയൊരു ഫണ്ടിംഗ് അവർ എന്തിനായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്? അടുത്ത വർഷം ഇതിലും വലിയൊരു കുതിച്ചുചാട്ടം അവർ നടത്തുമോ? ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അതിനുള്ള ഉത്തരങ്ങളുമായി മറ്റൊരു വിശകലനത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.